എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രിസ്പി പ്രോൺ ബോൾസ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. പ്രോൺസ്, ഗരം മസാല, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സോയാ സോസ്, കുരുമുളക് പൊടി, മുട്ട, ബ്രെഡ് പൊടിച്ചത്, കോൺഫ്ലവർ, എണ്ണ, ബ്രെഡ് ക്രംസ്, മഞ്ഞൾപ്പൊടി. ഇപ്പം നമുക്ക് ചെമ്മീന്ന് ഇതിൻ്റെ ഞരമ്പ് കീറിയെടുക്കണം. എന്താ ഞാൻ എന്താ കാട്ടിൽ പോയിട്ട് മരം വെട്ടാൻ പോവാണോ? ചെമ്മീന്ന് ഞരമ്പ് കീറി എടുക്കാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ നമുക്ക് ചെമ്മീന്ന് ഞരമ്പ് കീറി എടുക്കാം. ഇനി നമ്മൾക്കിത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തടവിയിട്ട് കഴുകിയെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇതൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. முதல் நாளே உன்னை பார்த்த முதல் நாளே காற்றின் பிழை போலே உணர்ந்தேன் காற்றின் பிழை போலே ஓரலையாய் வந்தேன் என்னை அடித்தாய் கடலாய் மாறித்தேன் என்னை எழுத்தாய் உன் பதாகை தாங்கிய வாச்சிமா உன்முகம் எங்கும் மறையாதே பார்த்த முதல் நாளே உன்னை பார்த்த முதல் நாளே காட்சி பிழை போலே உணர்ந்தேன் காட்சி பிழை போலே ஓரலையாய் வந்தேன் என்னை அடித்தாய் கடலாய் மாறி பின் என்னை எழுத்தாள் உன் பதாகை தாங்கிய உன்முகம் எங்கும் മറയാതെ. അപ്പോൾ ഇതായിട്ടുണ്ടാവും, നമുക്ക് കഴുകിയെടുക്കാം. അപ്പം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അരച്ചെടുക്കണം.
ഇതിലൊരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടെ നമുക്ക് അടിച്ചെടുക്കണം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസിലേക്ക് ഇത് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട, ഒരു ടീസ്പൂൺ സോയാ സോസ്, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി ഞാൻ. 1/2 കപ്പ് ബ്രെഡ് പൊടിച്ചത്, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നല്ല പരുവത്തിൽ വരുമ്പോഴത്തേനും പായസം മിക്സ്, എന്തിനെങ്കിലും മിക്സ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പോൾ കൊണ്ടുവന്നോളൂ ഇതുപോലെ എന്തെങ്കിലും മിക്സ് ചെയ്യുമ്പോഴത്തേനും. ബാച്ചിയമ്മേ, പൊന്നെ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ബാച്ചിയമ്മേ, ഞാൻ 1/2 കപ്പ് ബ്രെഡ് എന്ന് പറഞ്ഞത് അത് എത്രയാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. ഒരു 2 ബ്രെഡ് ആട്ടോ അത്, 2 ബ്രെഡ് പൊടിച്ചെടുത്തതാണത്. ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കണം. 2 കയ്യിൽ നല്ലോണം എണ്ണ തേച്ചിട്ട് ഇതാ ഓരോ ഉരുണ്ടയായിട്ട് നമുക്കിങ്ങനെ എടുത്ത് പിടിക്കണം. എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ അങ്ങനെയും മുക്കിയെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ ഉരുണ്ടയായിട്ട് പിടിച്ചിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചപ്പാത്തി ഉരുട്ടണ വടി ഇത് ഞാൻ പരത്തിയിട്ട് ചപ്പാത്തി ചുട്ട് തരണം. ഓ, അപ്പോൾ ഇത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത ചപ്പാത്തി മാവാണല്ലേ. ബെസ്റ്റ്. ബാച്ചിയമ്മേ, അപ്പോൾ ഇത് നമുക്കൊരു 20 മിനിറ്റ് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കാം. ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഓരോ ഉരുണ്ടയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
അത്രേ ഉള്ളൂ, നമ്മുടെ ക്രിസ്പി പ്രോൺ ബോൾസ് റെഡി. മാച്ചിമ്മനോട് പിണങ്ങിയിരിക്കായിരിക്കും കേട്ടോ. ഞാനിതൊക്കെ കൊടുത്ത് സോപ്പിട്ട് പയ്യെ കോംപ്രമൈസ് ആക്കിയിട്ടാ. ടാറ്റാ.